മുഖ്യമന്ത്രി, ഫിഷറീസ് വകുപ്പ് മന്ത്രി, റവന്യൂ വകുപ്പ് മന്ത്രി, ഈ മൂന്ന് മന്ത്രിമാരാണ് ഈ പറഞ്ഞ ഈ ഒരു പ്രളയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തേണ്ടത്. നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, ആ പ്രദേശത്തേക്ക് നമ്മൾ ചെന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന പ്രതികരണം എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ശരിയാണെന്ന്. മുഖ്യമന്ത്രി ഈ സമയം വരെ കടപ്പുറം സന്ദർശിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കുക. അതിനുശേഷം പിന്നീട് പത്തനംതിട്ടയിൽ പോയി. പത്തനംതിട്ടയിൽ പോയപ്പോൾ അവിടെ റീൽസ് ചിത്രീകരണമാണ് നടന്നത് എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങൾ പുറത്തേക്ക് വരികയാണ്. ഒരു രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ഒരാൾ മരണപ്പെടുന്നു. ആ മരണപ്പെട്ട ആളെ പോലും, അയാളുടെ ശവശരീരത്തെ പോലും അപമാനിക്കുന്ന രീതിയിലല്ലേ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ പെരുമാറ്റം ഉണ്ടായത്? കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്തത്, അതുകൊണ്ട് ഞങ്ങളെ കുറ്റപ്പെടുത്താൻ വരണ്ട എന്ന്. പ്രതിപക്ഷത്തിരിക്കുന്നത് ഏത് പാർട്ടിയാണെങ്കിലും ഭരിക്കുന്നവരെ വിമർശിച്ചുകൊണ്ടേയിരിക്കും. ആ സമയത്ത് നിങ്ങൾ ഭരിച്ചപ്പോൾ ഇങ്ങനെയല്ല കാണിച്ചത്, അതുകൊണ്ട് ഞങ്ങളും ഇങ്ങനെ തന്നെ കാണിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഡിഫറൻസ്? നമസ്കാരം. തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്ത് നീണ്ടകരയെന്നൊക്കെ ആയിട്ട് മത്സ്യത്തൊഴിലാളികളെ കാണാതായിട്ട് ഏകദേശം 10 ദിവസത്തോളം വന്നു. ഈ വിഷയത്തിൽ ഒരുപാട് പഴി സർക്കാർ കേൾക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഫിഷറീസ് മന്ത്രി, അദ്ദേഹം എനിക്ക് തോന്നുന്നു ഈ 10 ദിവസത്തിനിടയിൽ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. 1-2 തവണ മാത്രമാണ് മാധ്യമങ്ങളെ കണ്ടത്. മറ്റ് മന്ത്രിമാരെയാണ് സർക്കാർ കാരണം അറിയില്ല ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഈ ഇത്തരം കാര്യങ്ങൾ, ദുരന്തമുഖങ്ങളൊക്കെ ഒരു സംസ്ഥാനം ഫേസ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ഏകോപിപ്പിക്കേണ്ട ചുമതല ആ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്കാണ് സ്വാഭാവികമായും. മുഖ്യമന്ത്രി മുതൽ താഴോട്ടുള്ള വകുപ്പ് മന്ത്രിമാരെല്ലാം ഇത്തരം ഘട്ടങ്ങളിൽ അനാസ്ഥ കാണിക്കുമ്പോൾ പിന്നെ ആരുണ്ട് ജനങ്ങളെ രക്ഷിക്കാൻ? മുഖ്യമന്ത്രി, ഫിഷറീസ് വകുപ്പ് മന്ത്രി, റവന്യൂ വകുപ്പ് മന്ത്രി, ഈ മൂന്ന് മന്ത്രിമാരാണ് ഈ പറഞ്ഞ ഈ ഒരു പ്രളയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തേണ്ടത്. ഇപ്പോൾ മുഖ്യമന്ത്രിയൊക്കെ ഏത് സ്ഥലത്ത് പ്രളയം നടന്നു കഴിഞ്ഞാൽ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് അവിടെ എത്തുക എന്നൊക്കെയുള്ള ചില ന്യായവാദങ്ങൾ, അത് വാദത്തിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് പറയാം, അല്ലെങ്കിൽ ന്യായീകരണത്തിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് പറയാം. പക്ഷെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം എന്ന് പറയുന്നത് ഒരു ദുരിതം തന്നെയല്ലേ? കാരണം കഴിഞ്ഞ ദിവസം ഒരു മകളും മകനും കൂടി തങ്ങളുടെ അച്ഛന് വേണ്ടിയിട്ട് നിലവിളിക്കുന്നത് കേട്ടില്ലേ? ഒരു ഭാര്യ തൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട് പിഞ്ചു കുഞ്ഞുമായിട്ട് റോഡിൽ വന്ന് കുത്തിയിരിക്കുന്ന അവസ്ഥ കണ്ടില്ലേ? അപ്പോഴും അവിടെ രാഷ്ട്രീയമാണ്, നിങ്ങൾ രാഷ്ട്രീയത്തിന് അഡിക്റ്റ് ആവരുതെന്നും പറഞ്ഞുകൊണ്ട് ഒരു വൈദികൻ വന്ന് ആ ഭാര്യയെ അല്ലെങ്കിൽ ആ കുട്ടിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ആ കുട്ടിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതല്ലേ? CP ജോൺ അവിടെ സന്ദർശിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായ ഒരു പ്രശ്നം നമ്മൾ കണ്ടതല്ലേ? നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, ആ പ്രദേശത്തേക്ക് നമ്മൾ ചെന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന പ്രതികരണം എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ശരിയാണെന്ന്. എന്നാൽ എന്തുകൊണ്ടാണ് ഇപ്രാവശ്യം ഇതുപോലത്തെ ഒരു നിരുത്തരവാദിത്വപരമായിട്ടുള്ള പെരുമാറ്റം ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടും അവിടെയുള്ള വൈദികർ സമരരംഗത്തിറങ്ങാത്തത്? ഭർത്താവിന് വേണ്ടിയിട്ട് നിലവിളിക്കുന്ന ഭാര്യ, അത് കൈക്കുഞ്ഞുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആ കൈക്കുഞ്ഞുമായിട്ട് വന്നിരിക്കുന്ന ആ ഭാര്യയ്ക്ക് ഒരു സപ്പോർട്ട് കൊടുക്കാത്ത എന്താണ് അവിടുത്തെ വൈദികർ? ഈ അവിടുത്തെ ലത്തീൻ കത്തോലിക്കയിൽപ്പെട്ട ഒരു കുട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവർ രണ്ടുപേരും, അച്ഛനെ നഷ്ടപ്പെട്ട ഈ 2 മക്കളും അതോടൊപ്പം തന്നെ ഭർത്താവിനെ നഷ്ടപ്പെട്ടുള്ള ഈ ഭാര്യയും. സംസ്ഥാനത്ത് ഒട്ടാകെ ഏകദേശം 10ഓളം ആളുകളെയാണ് കാണാതായിട്ടുള്ളത്. ഇവർക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിലുകൾ ഊർജിതമാണ് എന്ന് സർക്കാർ പറയുന്നുണ്ട്. പക്ഷെ അതിന് കാര്യമുണ്ടോ? അവിടെ ഒരു പ്രസൻസ് വേണ്ടേ? അവിടെ കരയുന്നവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ ആരെങ്കിലും ഓടിയെത്തണ്ടേ? മുഖ്യമന്ത്രി ഈ സമയം വരെ കടപ്പുറം സന്ദർശിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കുക. അതിനുശേഷം പിന്നീട് പത്തനംതിട്ടയിൽ പോയി. പത്തനംതിട്ടയിൽ പോയപ്പോൾ അവിടെ റീൽസ് ചിത്രീകരണമാണ് നടന്നത് എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങൾ പുറത്തേക്ക് വരികയാണ്. എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ള എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങ് പോകുന്ന സ്ഥലങ്ങളിലെല്ലാം എന്തിനാണ് ഈ പാപ്പരാസികളായിട്ടുള്ള ചില ഓൺലൈൻ മാധ്യമങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്? അതിൻ്റെ ആവശ്യം എന്തിരിക്കുന്നു? പ്രധാനപ്പെട്ട നമ്മുടെ സംസ്ഥാനത്തെ മാധ്യമ പ്രവർത്തകർ ചോദിക്കാനുള്ള ചോദ്യം കൂടി, അനാവശ്യമായ ചോദ്യങ്ങൾ ഈ ഓൺലൈൻ മാധ്യമങ്ങൾ ചോദിക്കുന്നതോടുകൂടി ഇല്ലാതാവുകയല്ലേ ചെയ്യുന്നത്? പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇവിടെ പുറന്തള്ളപ്പെട്ടു പോവുകയല്ലേ ചെയ്യുന്നത്? ഈ റീൽസിൽ നിന്ന് മുഖ്യമന്ത്രി പുറത്തേക്ക് വന്നേ പറ്റൂ. ഈ റീൽസിനൊക്കെ ഒരു പരിധിയുണ്ട്. ആ പരിധിക്ക് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങും. ഇനിയിപ്പോൾ ഓണമാണ് വരാൻ വേണ്ടി പോകുന്നത്. ഓണം വരാൻ വേണ്ടി പോകുന്ന സമയത്ത് നിത്യോപയോഗ സാധനങ്ങളുടെ വില പൂക്കുറ്റി പോലെയാണ് മുകളിലേക്ക് കുതിച്ചു വരുന്നുകൊണ്ടിരിക്കുന്നത്, ഓരോ ദിവസവും ഓരോ മണിക്കൂറും. അപ്പോൾ ഇതിലൊക്കെ കൃത്യമായൊരു ഇടപെടലുകൾ നടത്തേണ്ടതായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതല്ലേ, ഒരു രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ഒരാൾ മരണപ്പെടുന്നു. ആ മരണപ്പെട്ട ആളെ പോലും, അയാളുടെ ശവശരീരത്തെ പോലും അപമാനിക്കുന്ന രീതിയിലല്ലേ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ പെരുമാറ്റം ഉണ്ടായത്? ആ ഉദ്യോഗസ്ഥനെ, തഹസിൽദാരെ സസ്പെൻഡ് ചെയ്തുവെങ്കിലും പിന്നീട് പോലീസ് ബഹുമതികളോടെ സംസ്കരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇത് അറിവില്ലായ്മയുടെ ഏറ്റവും വലിയ തലത്തിലേക്ക് എത്തി നിൽക്കുമല്ലേ? ഇതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സംസ്ഥാനത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഡയലോഗ്സ് മാത്രമാണ്. ഇവിടെ ഒരു എക്സിക്യൂഷനും ഇല്ല. ഇവിടെ ഭരണമുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ആഭ്യന്തര വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന തൂഫാൻ പദ്ധതിയും അതോടൊപ്പം തന്നെ വിസിൽ പദ്ധതി, അതിനുശേഷം പിന്നീട് ഇന്നലെ നടന്നിട്ടുള്ള ഓപ്പറേഷൻ ആയെങ്കിൽ
ഇത് മാത്രമല്ല ഈ സർക്കാരിന് എടുത്തു കാണിക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ. മറ്റെന്താണ് എടുത്തു കാണിക്കാൻ വേണ്ടി സാധിക്കുന്നത്? പ്രിയദർശിനി ബസ് യാത്രയോ? പ്രിയദർശിനി ബസ് യാത്രയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകിയതിനു ശേഷം CP ജോൺ എന്ന ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞ വർത്തമാനം എന്താണ്? അദ്ദേഹം പിന്നീട് അത് ക്ഷമ പറഞ്ഞു. മുഖ്യമന്ത്രി ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തി. എങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിലിരിക്കുന്നതല്ല പുറത്തേക്ക് വന്നത്. സംസ്ഥാനത്തെ ഒരു മന്ത്രിസഭയിലെ ഒരു മന്ത്രിയുടെ ഭാഗത്തു നിന്നല്ലേ അങ്ങനത്തെ ഒരു അഭിപ്രായം വരുന്നത്? പ്രിയദർശിനി സൗജന്യ യാത്ര ആര് പ്രഖ്യാപിച്ചതാണ്? ഈ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാവായിട്ടുള്ള അല്ലെങ്കിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് പ്രഖ്യാപിച്ച പദ്ധതിയല്ലേ? ആ പദ്ധതി ഇവിടെ നടപ്പിലാക്കുമ്പോൾ ആ ബസ്സിൽ കയറുന്ന സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ ഒരു കമന്റ് വരിക എന്ന് പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ള രീതിയാണോ? തിരുത്തലുകളല്ല ഈ സർക്കാരിന്റെ ആദ്യ ദിവസം മുതൽ നമ്മളിങ്ങോട്ട് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ വരുന്നത്. അതായത് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിനെ നിയമിക്കുന്നതുൾപ്പെടെ, GP-മാരെ നിയമിക്കുന്നതുൾപ്പെടെ, ശബരിമല സ്പെഷ്യൽ പീരീഡറെ നിയമിക്കുന്നതുൾപ്പെടെ ഓരോരോ കാര്യങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയോളൂ. എല്ലാം റിവേഴ്സ് അല്ലേ, എല്ലാം യൂട്ടാണല്ലേ. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? 10 പേരാണ് ഈ ഒരു മഴക്കാലത്ത് കാണാതായിരിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞിരിക്കുന്ന ന്യായം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 148ഓളം ആളുകളെ കാണാതെ പോയിട്ടുണ്ടെന്ന്. ഇതൊക്കെ എന്താണ്? ഒരു സർക്കാരിനെ ജനങ്ങൾ മാറ്റിയെങ്കിൽ അതെന്തിനു വേണ്ടിയിട്ടാണ്? അത് പുതിയ രീതിയിൽ പഴയ സർക്കാരിന്റെ തെറ്റ് ആവർത്തിക്കാതെ പുതിയ സർക്കാർ നല്ല രീതിയിൽ മുൻപോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. മറിച്ച് ഇതിപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്തത്, അതുകൊണ്ട് ഞങ്ങളെ കുറ്റപ്പെടുത്താൻ വരണ്ട എന്ന്. പ്രതിപക്ഷത്തിരിക്കുന്നത് ഏത് പാർട്ടിയാണെങ്കിലും ഭരിക്കുന്നവരെ വിമർശിച്ചുകൊണ്ടേയിരിക്കും. ആ സമയത്ത് നിങ്ങൾ ഭരിച്ചപ്പോൾ ഇങ്ങനെയല്ല കാണിച്ചത്, അതുകൊണ്ട് ഞങ്ങളും ഇങ്ങനെ തന്നെ കാണിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഡിഫറൻസ്? കഴിഞ്ഞ മന്ത്രിസഭയും ഈ മന്ത്രിസഭയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണ്? വ്യത്യാസം എന്താണ്? പുതുയുഗ കേരളം എന്നല്ലായിരുന്നു VD സതീശൻ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയിരുന്ന വാഗ്ദാനം? ഇവിടുത്തെ ചെറുപ്പക്കാർ അങ്ങിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് തൊഴിലാണ്. ഇവിടുത്തെ വിദ്യാർത്ഥികൾ അങ്ങിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസമാണ്. ഇവിടുത്തെ സ്ത്രീകൾ അങ്ങിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സ്ത്രീ സുരക്ഷയാണ്, സ്ത്രീ സ്വാതന്ത്ര്യമാണ്. ഇവിടുത്തെ കുട്ടികൾ അങ്ങിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സംരക്ഷണമാണ്. ഇതൊക്കെ കൊടുക്കാൻ സാധിക്കണ്ടേ? ഇതൊക്കെ ഒന്നും കൊടുക്കാൻ സാധിക്കാതെ ഈ ഡയലോഗ്സ് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാം ശരിയാകും എല്ലാം ശരിയാകും എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് കാര്യമുണ്ടോ? റീൽസുകൾ മാത്രം ഇട്ടിട്ട് കാര്യമുണ്ടോ? പലരും ഇതിനടിയിൽ വന്ന് തെറി എഴുതുമായിരിക്കും. റബ്ബറിന് 270 രൂപ വരെയായി. അത് മാത്രമാണ്, അത് വേണമെങ്കിൽ ഒരു അവകാശവാദമായിട്ട് ഇനി വേണമെങ്കിൽ UDF സർക്കാരിന് പറയാം. ആഗോള വിപണിയിൽ ഉണ്ടാകുന്ന വ്യതിചലനങ്ങളാണ് റബ്ബറിന് 270 രൂപയിലേക്ക് എത്തിച്ചത് എന്നുള്ള യാഥാർത്ഥ്യം കേരളത്തിലെ പൊതുജനങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം. അതല്ലെങ്കിൽ നാളെ മുതൽ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ അവകാശവാദമായിരിക്കും റബ്ബറിന്റെ വില ഞങ്ങൾ 270 രൂപയിലേക്ക് എത്തിച്ചു എന്നുള്ളത്. അതോടൊപ്പം തന്നെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില വർധനവ്. എന്നാൽ ഇത് കർഷകന് കിട്ടുന്നുണ്ടോ? കർഷകന് കിട്ടുന്നില്ലല്ലോ. ഇത് ന്യായവില പ്രഖ്യാപിക്കും, കർഷകർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ അവർക്ക് വില ലഭിക്കും എന്നൊക്കെയുള്ള വാഗ്ദാനങ്ങളല്ലേ നൽകിയിരുന്നത്. എത്രയോ വീടുകളാണ് ഇപ്പോഴും ജപ്തി ഭീഷണിയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. PSC സമരം നടന്നുകൊണ്ടിരിക്കുകയല്ല ഇപ്പോൾ വീണ്ടും. എന്താണ് PSC നിയമനങ്ങൾ മരവിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഇതിനൊക്കെ സർക്കാർ മറുപടി പറയണ്ടേ? ഈ ഒക്ടോബർ വരെയും നവംബർ വരെയും കണ്ടാണ് PSCയുടെ റാങ്ക് ലിസ്റ്റിന്റെ ആ ഒരു കാലാവധി നീട്ടിയിട്ടുള്ളത്. നിയമനങ്ങൾ വല്ലതും നടക്കുന്നുണ്ടോ? ഒരു പ്രശ്നം വരുമ്പോൾ അതിന് തൊട്ടു മുന്നത്തെ വിഷയം ആളുകൾ മറന്നു പോകുന്നൊരു പ്രവണതയുണ്ട്. സത്യത്തിൽ PSC വിഷയം ഇപ്പോൾ നിലവിലെ ഇതിലങ്ങ് മുങ്ങിപ്പോയിട്ടുണ്ട്. അല്ല, പ്രളയത്തിൽ മുങ്ങിപ്പോയി. പ്രളയത്തിലും CJP സമരത്തിലും ഈ പറഞ്ഞ PSCയുടെ വിഷയം മുങ്ങിപ്പോയി. പക്ഷേ അത് BJP ഇപ്പോൾ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. BJP മറ്റേ CJP സമരം ഡൽഹിയിൽ നടക്കുന്ന സമയത്ത് ഇവിടെ PSC സമരത്തെ വെച്ചുകൊണ്ടാണ് പ്രതിരോധിച്ചുകൊണ്ടിരുന്നത്. അതായത് സംസ്ഥാന സർക്കാരിനെ പ്രതിരോധിച്ചുകൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും അത് രാഷ്ട്രീയ ആയുധം തന്നെയാണല്ലോ. അതിനുശേഷം അതിനകത്തു നിന്നുള്ളൊരു PSC വിദ്യാർത്ഥി പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ PSC സമരത്തിന് കോൺഗ്രസ് ആണ് ഫണ്ടിങ് നടത്തിയിരുന്നത്. അതിലൊന്നും ഞാൻ വലിയ തെറ്റ് കാണുന്നൊന്നുമില്ല. കാരണം ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് ഒരു പ്രതിപക്ഷ പാർട്ടി അവിടെ നടക്കുന്ന ഒരു സമരത്തിനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളത് വലിയ പാതകമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. എന്നാൽ ഈ പുതിയൊരു സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷവും സിസ്റ്റത്തിൽ യാതൊരു മാറ്റവും വരുത്താൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് വലിയ അപകടം പിടിച്ച കാര്യമാണ്. വലിയ അപകടം പിടിച്ച കാര്യമാണ്. പറഞ്ഞതൊക്കെ വിഴുകിക്കൊണ്ടിരിക്കുകയല്ലേ. ഈ സത്യപ്രതിജ്ഞയുടെ അന്ന് വന്ദേമാതരം മുഴുവനായിട്ട് ചൊല്ലി. ഇതാ ഇപ്പോൾ വീണ്ടും സ്വാതന്ത്ര്യ ദിനത്തിന് വന്ദേമാതരം മുഴുവനായിട്ട് ചെല്ലണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഗവർണർ രാജ്ഭവനിൽ നിന്ന് ഇറക്കിയിരിക്കുന്ന ഓർഡറാണെന്ന്. രാജ്ഭവനിൽ നിന്ന് ഇറക്കിയിരിക്കുന്ന ഓർഡറാണ് എന്നുണ്ടെങ്കിലും അതെല്ലാം അനുസരിക്കാൻ വേണ്ടിയിട്ടാണോ ഈ സംസ്ഥാനത്ത് ജനാധിപത്യ രീതിയിൽ ഒരു സർക്കാരിനെ ജനങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്? പക്ഷെ അങ്ങനെ ഒരു ഓർഡർ ഇറക്കിയിട്ടില്ല എന്ന് പിന്നീട് രാജ്ഭവൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ഈ വന്ദേമാതരം മുഴുവനായിട്ട് ആലപിക്കണം എന്നുള്ളൊരു സർക്കുലർ ഇറങ്ങിയത്? എങ്ങനെയാണ്? അതിനിപ്പോഴും ഉത്തരവില്ല. അതെങ്ങനെയാണെന്ന് പറയണ്ടേ? രാജ്ഭവൻ ഇത് നിഷേധിക്കുന്നത് കരുതുക. എങ്കിൽ പിന്നെ ആരാണ് ഇത് ഇറക്കിയത്? ഈ ഗവൺമെന്റിനകത്തെ സംഘീവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ആരാണ്? ഉത്തരം വേണ്ടേ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനമാണല്ലോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭരണത്തെ സംഘീവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആരാണ്? നമുക്ക് ഉത്തരം കിട്ടണമല്ലോ. അതുകൂടാണ്ട് PM ശ്രീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം കഴിഞ്ഞ ദിവസം KC വേണുഗോപാൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്?
ഈ PM ശ്രീ നടപ്പിലാക്കിയിരിക്കുന്ന ഒരു സംസ്ഥാനത്തിനും ഈ പറയുന്ന പോലെ 1000 കോടിയോ 500 കോടിയോ ഒന്നും കിട്ടിയിട്ടില്ല. അത് വെറുതെ ഒരു പ്രചരണം മാത്രമാണ്. അത് പറഞ്ഞുകൊണ്ട് PM ശ്രീയിൽ ഒപ്പിടാൻ വേണ്ടി പോകരുത്. ഇന്ത്യയുടെ വിദ്യാഭ്യാസ നയത്തെ സംഘീവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതാണ് കെ സി വേണുഗോപാലിനെ. അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഡയലോഗ്സ് മാത്രമാണ്, സ്മൈലിംഗ് മാത്രമാണ്. ബാക്കി ഇവിടെ ഭരണം നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ആഭ്യന്തര വകുപ്പിൻ്റെ ചില നിലപാടുകൾ, അതോടൊപ്പം തന്നെ എക്സൈസ് വകുപ്പിൻ്റെ ചില നിലപാടുകൾ, ഇതൊക്കെ മാറ്റിവെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് പെർഫോമൻസ് നമുക്കറിയാൻ ആഗ്രഹമില്ലേ? ധനകാര്യ വകുപ്പ് പല പദ്ധതികൾക്കും പൈസ അനുവദിക്കുന്നില്ല. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് പകുതിയായി വെട്ടിച്ചുരുക്കിയിരിക്കുന്നു. ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? എന്നാൽ കടമെടുപ്പ് 2 മാസത്തിൽ തന്നെ 10,000 കോടി കടന്നിരിക്കുന്നു. സംസ്ഥാനത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. ഞങ്ങൾ കടമെടുക്കില്ല, ഞങ്ങൾ സംസ്ഥാനത്തിൻ്റെ ഖജനാവ് പുതിയ പദ്ധതികൾ കൊണ്ടുവന്ന് നിറയ്ക്കും, ഇനിയും സമയമുണ്ട്. ഞാൻ പറയുന്നല്ലോ, വെറും ഇപ്പോൾ 2.5 മാസം കൊണ്ട് സംസ്ഥാനത്തിൻ്റെ ഖജനാവ് നിറയ്ക്കാൻ പറ്റുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അതിലേക്കുള്ള സൂചികകൾ തരാൻ വേണ്ടിയിട്ട് പോലും ഈ സർക്കാരിന് സാധിക്കുന്നില്ല എന്നുള്ളത് സത്യമല്ലേ? കോൺഗ്രസിനകത്തുനിന്ന് തന്നെ ആളുകൾ പറയുന്നത് എന്താണ്? എത്ര നാൾ എന്ന് ചോദിച്ചു തുടങ്ങി. ഒരു നാൾ ജനം തിരിച്ചറിയില്ലേ ഇതൊക്കെ? കാരണം എല്ലാ ദിവസവും ഇങ്ങനെ മോനെ ഞാൻ ചന്ദ്രനെ പിടിച്ചു തരാം എന്ന് കൊച്ചിനെ പറഞ്ഞ് പറ്റിക്കും. ഇത് ഒരു ദിവസം കൊച്ചു മനസ്സിലാക്കില്ല, ചന്ദ്രനെ ഒരു കാരണവശാലും പിടിച്ച് കിട്ടത്തില്ല എന്നുള്ള കാര്യം. എന്ന് പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള വാക്കുകൾ അത് പാലിക്കപ്പെടണം. ഇവിടെ വിദ്യാഭ്യാസ നയങ്ങളിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. ഇവിടെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട്. സ്ത്രീ സുരക്ഷ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. കുട്ടികളുടെ ക്ഷേമം നോക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ക്രമസമാധാന നില അത് കൃത്യമായിട്ട് തന്നെ മുൻപോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഇനി പറയാനുള്ളത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡയലോഗ് നിർത്തും പ്രിയപ്പെട്ട മുഖ്യമന്ത്രി. ഇനി എക്സിക്യൂഷനിലേക്ക്, ആക്ഷനിലേക്ക് അങ്ങ് കടക്കൂ എന്നൊരു അഭ്യർത്ഥന മാത്രമേ നമുക്ക് നടത്താനുള്ളൂ.